إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. يعظكم الله أن تعودوا لمثله أبدا. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഉപദേശം നൽകുകയാണ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഉപദേശങ്ങളുടെ ആവശ്യകത എന്താണ്, അത് നമുക്കിടയിൽ നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് ഇല്ലാതെയായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ഉപദേശം എങ്ങനെയൊക്കെയാകണം, എങ്ങനെയാകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഇത്രയും വിശദമായി പറയണമെങ്കിൽ അതത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇതൊരു ചെറിയ കാര്യമല്ല എന്നത്. വാക്കുകളാണ്, ഉപദേശങ്ങൾ എന്ന് പറയുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മൾ ഒരു ദിവസം പല രൂപത്തിൽ പല വാക്കുകൾ സംസാരിക്കുന്നവരാണ്.
നമ്മുടെ ഓരോ സംസാരവും ഓരോ വാക്കുകളായി രേഖപ്പെടുത്തിയാൽ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ സംസാരിച്ചത് ഒരു ലിഖിതമായി എഴുതി വെച്ചാൽ പേജുകളോളം ഉണ്ടാകും. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളൊക്കെ എഴുതി വെച്ചാൽ. എന്നാൽ ഉപദേശമാകുന്ന വാക്കുകൾ എത്ര അതിലുണ്ട്. നമ്മൾ പറഞ്ഞ ഉപദേശങ്ങൾ ആർക്കൊക്കെ ഉപദേശം കൊടുത്തു, ഏതൊക്കെ വിഷയത്തിൽ കൊടുത്തു, എങ്ങനെ ഉപദേശം കൊടുത്തു, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ചിലപ്പോ ചില ഉപദേശങ്ങൾ താക്കീതുകളായിരിക്കും, മനസ്സിലാക്കി വെക്കണം. ഉപദേശങ്ങൾ ചിലത് താക്കീതുകളായിരിക്കും, ചിലത് മുന്നറിയിപ്പുകളായിരിക്കും, ചിലത് ചേർത്ത് പിടിക്കലാകും, ചിലത് സമാശ്വാസങ്ങളാകും, ചിലത് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാകും. ഇതൊക്കെ ഉപദേശങ്ങളാണ്. ഇതെവിടൊക്കെ വേണ്ടി? സാന്ത്വനിപ്പിക്കേണ്ട ഉപദേശം എവിടെ? ചേർത്ത് പിടിക്കേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ എവിടെ? താക്കീതായിട്ട് പറയേണ്ടത് ഏതൊക്കെ? മുന്നറിയിപ്പായിട്ട് പറയേണ്ടത് ഏതൊക്കെ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അസ്ഥാനത്ത് ചില കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക. നമ്മൾ പ്രയോഗിക്കേണ്ട വാക്കുകളും രീതികളുമൊക്കെ ആ സ്ഥാനത്ത് അത് ഉപയോഗിക്കേണ്ട രീതിയിലല്ല എങ്കിൽ അത് നേരെ വിപരീതമായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ കാര്യം അല്ലാഹു ഇത്രയും വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നത്. അപ്പൊ നമ്മൾ ഖുർആനിലെ കുറേ ആയത്തുകൾ പരിശോധിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വാപ്പ മകനെ ഉപദേശിക്കേണ്ട രീതി, ഏതൊക്കെ വിഷയത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഉപദേശിക്കണം എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തുകൾ പരിശോധിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. അതിലെന്തൊക്കെ കിട്ടി? എന്തൊക്കെ കിട്ടിയതില്? ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങളിൽ എന്തൊക്കെ നമുക്ക് കിട്ടി? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരാളുടെ കുടുംബ ജീവിതത്തിൽ വാപ്പയും മക്കളുമായി, രക്ഷിതാക്കളായി, മക്കളായി, കുടുംബമായി, സന്താനങ്ങളായി നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമോ ആ പ്രശ്നങ്ങളിൽ മുഴുവനുമുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ അതിൽ കണ്ടു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വെല്ലുവിളി പോലെയാണ് ഏത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യൻ ഏതൊക്കെ വിഷയത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ പ്രതിസന്ധികൾ അവന്റെ മുന്നിൽ ഉണ്ടാകുമോ ആ കാര്യങ്ങളിലൊക്കെയുള്ള ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായി സ്നേഹത്തോടു കൂടിയുള്ള ആ വിളി പോലും, യാ ബുനയ്യ എന്നൊരു വിളി വെറുതെ കേട്ടു പോണതല്ല. സ്നേഹത്തോടു കൂടിയുള്ള ആ വിളി പോലും എന്താണ്? മൗഇലത്തിന്റെ ഭാഗമാണ്, ഉപദേശത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഈ മക്കളെ വളർത്തുന്നിടത്ത് ഗൗരവത്തിലല്ല എങ്കിൽ, അത് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. ഇപ്പൊ സ്വന്തം സഹോദരിമാരുടെ മക്കൾ, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്ന ജേഷ്ഠത്തിയും അനുജത്തിയും, ആ ജേഷ്ഠത്തിയുടെയും അനുജത്തിയുടെയും മക്കളിൽ ഒരു സഹോദരിയുടെ 20 വയസ്സുള്ള മകൻ മറ്റൊരു സഹോദരിയുടെ 16 വയസ്സുള്ള മകളെ ദാരുണമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തണമെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു വീട്ടിൽ താമസിക്കുന്നവർ, ഒരു വീട്ടിലുള്ളവർ, അവർക്കിടയിൽ എന്ത് സംഭവിച്ചു? അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂറത്തുൻ നൂറിലെ ഓരോ ആയത്തും വളരെ പ്രസക്തമാണ് എന്നത് മനസ്സിലാകും. ഒരു മുസ്ലിം കുടുംബത്തിൽ എന്തിന് ഖുർആൻ പഠിക്കണം? മക്കൾ എന്തിന് ഖുർആൻ പഠിക്കണം? സ്ത്രീകൾ എന്തിന് സൂറത്തുൻ നൂർ പഠിക്കണം? അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ഓരോന്നും നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ നമുക്ക് ബോധ്യപ്പെടും. പലതും മൗഇലത്ത് പാളിപ്പോയതാ പ്രശ്നം. ഈ ചെറുക്കൻ അങ്ങനെ ആകാനുള്ള കാരണം അള്ളാഹ് കൊടുത്ത ഫിത്രത്തൊന്നല്ലല്ലോ. അള്ളാഹ് ഏതൊരു കുഞ്ഞിനും അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുമ്പം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര,
ശുദ്ധമായ പ്രകൃതിയോടുകൂടിയല്ലാതെ ഒരു കുഞ്ഞും ഭൂമിയിൽ പിറന്നിട്ടില്ല. അല്ലേ? അങ്ങനല്ലേ? പിന്നെ അവനെ ജൂതനും ക്രിസ്ത്യനും അള്ളാന്റെ ശാപത്തിന് വിധേയരായ ആളുകളാക്കി മാറ്റുന്നതൊക്കെ അബവാഹു. എങ്ങനെ? മാതാപിതാക്കളാണെന്ന് റസൂലുള്ള പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ മൗഇലത്ത് കിട്ടേണ്ട രൂപത്തിൽ കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് നേരെ ചാടലാണോ മൗഇലത്ത്? അവരെ അടിക്കലാണോ മൗഇലത്ത്? അവരെ ശാസിക്കലാണോ മൗഇലത്ത്? അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടലാണോ മൗഇലത്ത്? അവരെ പുറത്താക്കലാണോ മൗഇലത്ത്? ഭക്ഷണം കൊടുക്കാതിരിക്കലാണോ മൗഇലത്ത്? ആണോ? അതൊന്നല്ല മൗഇലത്ത്. മൗഇലത്ത് വേണമെന്ന് പറഞ്ഞ് അത് എങ്ങനെ ഏത് രൂപത്തിൽ നൽകണമെന്നത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ. അതാണ് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തുകൾ നമ്മൾ വായിച്ചത്. ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോയിട്ട് ഒരു പ്രാണിയെപ്പോലും അതിനെ ഉപദ്രവിക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിർമ്മലമായ ഹൃദയത്തിന്റെ സ്നേഹവും ആർദ്രതയും അനുകമ്പയും എല്ലാമുള്ള ഒരു മനുഷ്യനാക്കിയിട്ട് ചെറിയ പ്രായത്തിലേ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. മോനേന്ന് വിളിയുള്ള ആ വിളി ഉണ്ടല്ലോ, ആ വിളി മക്കൾക്ക് കൊടുക്കുന്നത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ കൈമാറ്റമാണ്. മോനേന്ന് വിളിച്ച് ചെറിയ പ്രായത്തിലെ മക്കളെ മോനേന്ന് വിളിച്ച് ആ മക്കൾക്ക് ചുംബനം കൊടുത്ത് മക്കളെ ചേർത്ത് പിടിച്ച് പഠിക്കാൻ അവരെ കൂടെ ഇരുന്ന്, അവർക്ക് പഠിക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ അവരുടെ ഭാരം ലഘൂകരിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് സമയം കണ്ടെത്തി അങ്ങനെ മക്കളുടെ ഓരോ വളർച്ചയിലും എങ്ങനെയായിരിക്കണം നമ്മുടെ കൈകാര്യം ചെയ്യൽ എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. ആ മക്കള് സ്നേഹമുള്ള മക്കളായിരിക്കും, ആ മക്കൾ അനുകമ്പയുള്ള മക്കളായിരിക്കും. ഇതെന്താന്ന് ചോദിച്ചാൽ ശത്രുവായിട്ട് മാറി. ആങ്ങളയുടെയും പെങ്ങളുടെയും സ്ഥാനത്താണ്. ജേട്ടന്റെ മക്കൾ അനുജന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ജേഷ്ഠാനുജന്മാരാണ്. ഡയറക്റ്റ് വിവാഹബന്ധം മഹ്റമുകളല്ലെങ്കിലും കുടുംബ ബന്ധമാണ് അവര്, ബന്ധുക്കളാണ് അവര്, ജേട്ടന്റെ മക്കളും അനുജന്റെ മക്കളും ഒക്കെ. അപ്പോ ഒരു സഹോദരൻ മറ്റൊരു സഹോദരിയെ കൊല്ലാൻ മാത്രം ദേഷ്യം എങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി? ആലോചിക്കണം. കമ്പാരിസൺ ഭയങ്കര പ്രശ്നമാണ്. ഈ പെൺകുട്ടി നല്ലോണം പഠിക്കുന്ന പെൺകുട്ടി, അവള് എഞ്ചിനീയറിങ്ങിനും MBBS-നും ഒക്കെ ട്രൈ ചെയ്യുന്ന പെൺകുട്ടി, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ പഠിക്കുന്ന പെൺകുട്ടി, അതേ വീട്ടിൽ വളരുന്ന മറ്റൊരു സഹോദരിയുടെ മകൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു. ആ പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു, വാക്കുകളും ഉപദേശങ്ങളൊന്നും കൃത്യമല്ല. അവസാനം ഇവൻ ഒരു ക്രൂരനായിട്ട് മാറുകയാണ്. ഇവൻ മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. ഉപദേശം നന്നാക്കാനാണ്, പക്ഷെ പലരുടെയും ഉപദേശങ്ങൾ കേടാക്കാനാണ്. പലരുടെയും ഉപദേശങ്ങൾ കേടുവരികയാണ്. അതുകൊണ്ടാണ് ഉപദേശിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്. ഉപദേശിക്കണം എന്ന് മാത്രം പറയാതെ ഉപദേശത്തിന്റെ രീതിശാസ്ത്രം ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് ഓരോ തലങ്ങളിലും. അതാണ് നമ്മൾ കഴിഞ്ഞ സൂറത്ത് ലുക്മാനിന്റെ വിശദീകരണത്തിൽ വളരെ വ്യക്തമായി കണ്ടത്. സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, റബ്ബിനോട് എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ നടക്കുമ്പോ എങ്ങനെ, ഇരിക്കുമ്പോ എങ്ങനെ, ശബ്ദം എങ്ങനെ, ശബ്ദത്തിന്റെ വേരിയേഷൻ എങ്ങനെ, ഓരോന്നും നിങ്ങൾ നോക്കി എവിടെയും. അപ്പം മൗഇലത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല എന്നാണ് സൂചിപ്പിച്ചത്. ശരി, ഇനി സൂറത്ത് നിസായിലെ തന്നെ 63-ാമത്തെ ആയത്ത്, സൂറത്ത് നിസായിലെ 63, നിസാ നമ്മൾ നേരത്തെ നോക്കിയതാണ്, അതിൽ തന്നെ 63-ാമത്തെ ആയത്ത് വായിക്കാം.
അപ്പോ നമുക്ക് ഉപദേശിക്കേണ്ടവർ പലരാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലെ മക്കളെ വാപ്പാര് ഉപദേശിക്കേണ്ട ഉപദേശത്തെ കുറിച്ചാണ് സൂറത്തുൽ ലുഖ്മാനിൽ പഠിച്ചത്. അതിലെന്തെങ്കിലും അപൂർണത തോന്നിയോ ആർക്കെങ്കിലും? കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഫുള്ള് വായിച്ചു, ആയത്തുകൾ ഫുള്ള് വായിച്ചു. അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഓരോ വളർച്ചയിലും മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ പെട്ടതാണ്. ഇനി നമ്മളെ സമൂഹത്തിലെ ഉപദേശം ഓരോന്നും പറയാം, ഓരോ വിഷയങ്ങളും വരുന്നുണ്ട്. സമൂഹത്തിൽ നമ്മൾ ഉപദേശിക്കുമ്പോൾ സാമൂഹികമായ ഉത്തരവാദിത്തമാണ് നമുക്ക് ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ ഒരു പൊതുസമൂഹത്തോട് നമ്മൾ എങ്ങനെ ഉപദേശം കൊടുക്കേണ്ടി? ഒരു പൊതുസമൂഹം, ആ പൊതുസമൂഹത്തിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളുണ്ട്, മറ്റ് മതവിശ്വാസികളുണ്ട്. അവർക്ക് നമുക്ക് വല്ല ഉപദേശം കൊടുക്കാനുണ്ടോ? മൗഇലത്ത് കൊടുക്കാനുണ്ടോ? ഉണ്ടോ? എന്താണ്? എന്താ അവർക്ക് കൊടുക്കാനുള്ളത്? ഖുർആനെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഖുർആൻ കാഫത്തലിന്നാസാണ്, ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ്. നിങ്ങൾക്ക് കൂടിയുള്ള ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് കൂടിയുള്ള ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥം നിങ്ങൾ വായിക്കണം. ആ ഗ്രന്ഥം നിങ്ങൾക്ക് കൂടിയുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതല്ല. ഇതാണ് ഒരു അമുസ്ലിമിനോട് നമുക്ക് പറയാനുള്ളത്. മൗഇദത്തത. ഇനിയൊരു മുസ്ലിം സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം. മുസ്ലിം സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഈമാൻ ഉള്ളവരും ഉണ്ടാകും, ഈമാൻ കുറഞ്ഞവരും ഉണ്ടാകും. അല്ലേ? 5 നേരം ജമാഅത്തിന് വരുന്നവരും ഉണ്ടാകും, 1 നേരം മാത്രം വരുന്നവരും ഉണ്ടാകും, 3 നേരം വരുന്നവരും ഉണ്ടാകും, ജമാഅത്തിന് എപ്പോഴെങ്കിലൊക്കെ വരുന്നവരും ഉണ്ടാകും. പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അല്ലേ? അപ്പോ അങ്ങനെയുള്ള ആളുകൾ, ഈമാൻ കുറവുള്ള ആളുകൾ, ഈമാനിൽ ഏറെ ഏറ്റക്കുറച്ചിലുകളുള്ള ആളുകൾ, ഈമാനിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് നിഫാക്ക് കടന്നു വരിക. ഈമാനിന്റെ അപൂർണതയാണെന്ത്? നിഫാക്ക്. അതെല്ലാ വിഷയത്തിലും നിഫാക്ക് ഉണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ചില കാര്യങ്ങളിലായിരിക്കും അവർക്ക് നിഫാക്ക് ഉണ്ടാകുക. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് അവരോടുള്ള നമ്മുടെ മൗഇദത്ത് എങ്ങനെയായിരിക്കണം, ഉപദേശം എങ്ങനെയായിരിക്കണം? ആയത്ത് ശ്രദ്ധിക്കുക. ഉലൈക അക്കൂട്ടർ, മുനാഫിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. മേലത്തെ ആയത്തുകൾ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കണില്ല. ഈ ഉലൈക അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഏത് കൂട്ടരാണെന്നുള്ളത് മേലുണ്ട്, അങ്ങനെ വായിച്ചാൽ കാണാം. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ ഫകൈഫ ഇദാ അസ്വാബത്തുഹും മുസീബത്തും ബിമാ ഖദ്ദമത് ഐദീഹിം ثم جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا. നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലേക്ക് വരി എന്ന് പറഞ്ഞാൽ വൈദാ ഖീല ലഹും, നിങ്ങൾ അവരോട് പറ തആലൂ. തആലൂ എന്ന് പറഞ്ഞാൽ വരി. ഇലാ മാ അൻസല, അല്ലാഹ് ഇറക്കിയിലേക്ക്. ഏതാ അല്ലാഹ് ഇറക്കി തന്നത്? ഏതാ? വഇലർ റസൂൽ. അപ്പം ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരി എന്ന് പറഞ്ഞാൽ മുനാഫിക്കീങ്ങളായ ആളുകളെ നിനക്ക് കാണാം. എങ്ങനെ? ഒരു തടസ്സമുള്ളതായിട്ട് കാണാം. മനസ്സിലായില്ലേ? റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക, എപ്പോഴും ഒരു തടസ്സം അവർ പറയും. ഖുർആൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ വിളിച്ചു നോക്കി, അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ പറയുന്ന ആളുകളെ കാണാം. മനസ്സിലായില്ലേ? എന്നിട്ട് അവര് നബിനോട് പറയും, നിന്റെ മുന്നിൽ അവർ സത്യം ചെയ്ത് പറയും, പല പ്രയാസങ്ങളും പറയും, പല ബുദ്ധിമുട്ടുകളും അവർ പറയും, സത്യം ചെയ്തിട്ടാണ് അവർ പറയാ എന്നൊക്കെ അള്ളാഹു പറയാണ്. ഞങ്ങള് ഈസാനും തൗഫീഖും മാത്രമാണ് ഉദ്ദേശിക്കണമെന്നൊക്കെ ഒരു പറയും. എന്നിട്ട് അല്ലാഹ് പറയും ഉലൈക അക്കൂട്ടർ അല്ലദീന യഅലമുല്ലാഹ്, അല്ലാഹ്ക്ക് അറിയാം, മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന്. എന്താ
ഹൃദയത്തിലുള്ളത് അള്ളാഹ്ക്ക് അറിയാന്ന് പറഞ്ഞാൽ ഒരാളുടെ നമ്മൾ പറയല്ലോ ഹൃദയം തുറന്നു കാണിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ നമ്മൾ നാട്ടുമ്പുറത്തൊരു പ്രയോഗം പറയല്ലോ. ഹൃദയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞത് സത്യം തന്നെയാണോ അസത്യമാണോ ശരിക്കുള്ള കാര്യമാണോ അല്ലാത്തതാണോ എന്നൊക്കെ ആർക്കറിയാം? അള്ളാഹ്ക്ക് അറിയാം. നമുക്കതറിയോ? അറിയില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ ശ്രദ്ധിക്കണേ, അവൻ പറഞ്ഞ ആ കാരണത്തിന്റെ കാര്യത്തിന്റെ ആത്മാർത്ഥതയെ നമ്മൾ ചോദ്യം ചെയ്യണ്ട. ഓൻ പറയണേ ഞാൻ അടുത്ത ആഴ്ച എന്തായാലും വരും. അപ്പൊ അടുത്ത ആഴ്ച കണ്ടില്ല. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, തടസ്സം പറഞ്ഞു. പിറ്റേതാഴ്ച പറഞ്ഞു എന്താ വരാത്ത? അപ്പൊ വേറൊരു തടസ്സം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഖുറാനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കണ വിഷയം പറഞ്ഞത്. നിങ്ങൾ താലവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരി, ഖുറാൻ ക്ലാസ്സിലേക്ക് വരിന്നാണ് ശരിക്കും പച്ചയായിട്ട് പഠിച്ചോൻ പറയാണ്. അതിലേക്ക് വന്നാൽ പിന്നെ നിസ്കാരം കാര്യമൊക്കെ റെഡിയാവും. ഖുറാൻ പഠിക്കാൻ വന്നാൽ പിന്നെ ബാക്കിയൊക്കെ റെഡിയാവും. അപ്പൊ ഇങ്ങനെ തടസ്സം പറഞ്ഞത് കണ്ടാൽ അള്ളാഹ് പറയാണ് എന്ത് ചെയ്യണ്ട. ആ ചിലത് ചിലപ്പോൾ എന്തുണ്ടാവും? സത്യം ഉണ്ടാവും. നമ്മളെല്ലാവരും ഒരേപോലെ കാണണ്ട. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകും? എന്തെങ്കിലും വരാൻ പറ്റാത്ത പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, പറയാൻ പറ്റൂല. അപ്പൊ എന്താ വേണ്ടത്? പക്ഷേ പിന്നെ ഓനാണ്ട് ഒഴിവാക്കല്ല വേണ്ടത്. നമ്മൾ വലിയൊരു ഈമാനുള്ള ആൾക്കാരും ഓലൊക്കെ ഈമാൻ കുറഞ്ഞ ആൾക്കാരും എന്നുള്ളൊരു കണക്ക് ആൾക്കാരെ പറ്റി നമ്മളെ മനസ്സിൽ വരരുത്. മുനാഫിക്കീങ്ങളെ പറ്റി വരെ വരരുത്. നിഫാക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ആരാ തീരുമാനിക്കേണ്ടി? അള്ളൻ. ഇതിപ്പോ അള്ള പറഞ്ഞോണ്ടാ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഓ മുനാഫിക്കാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇത് മുനാഫിക്കാന്ന് ഒരാളോട് നമുക്ക് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ കുറെ ഈമാനുള്ള ആൾക്കാരും ഓലൊക്കെ കുറെ ഈമാൻ ഇല്ലാത്ത ആൾക്കാർ, ഖുറാൻ ക്ലാസ്സിൽ വരുന്നവരൊക്കെ ഭയങ്കര ഈമാനുള്ളവരും വരാത്തവരൊക്കെ ഈമാൻ ഇല്ലാത്ത ആൾക്കാർ ഓലൊക്കെ മുനാഫിക്കുകളാന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മളെന്താ പറയേണ്ടത്? അള്ളാഹ് അവർക്കൊക്കെ തൗഫീഖ് കൊടുക്കട്ടെ എന്നാ പറയേണ്ടത്. വരാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ എന്നാ പറയണ്ടേ. പക്ഷെ നമ്മൾ അവഗണിക്കാൻ പാടുണ്ടോ? ഞാനിപ്പോ എത്രയായി ഓനെ വിളിക്കണേ, ഓനൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, വരൂല നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് അങ്ങനത്തെ നടലാളിലേക്ക് പോകും നമ്മള്. അങ്ങനത്തെ അതുകൊണ്ടാണ് അപകടം. എന്താ? സ്ഥിരമായിട്ട് വരണം, നമുക്ക് കിട്ടുന്ന കൂലിയും കൂടി അതും കൂടി ഇല്ലാതാണ് അവസ്ഥയാണത്. നമ്മൾ വരാൻ പാടില്ല. നമ്മൾ ആരും എന്ത് ചെയ്യാ, എത്ര തവണ വിളിച്ചിട്ടും വരാത്തവന് പിന്നെയും ചിരിച്ചു വിളിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് എന്താ ഉണ്ടാകാന്ന് വെച്ചാൽ കുറേ ആണ്ട് വിളിക്കുമ്പോ ഇവർക്ക് പിന്നെ വിളിച്ച് ഇവനക്ക് ഒരു ഉളുപ്പില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഉളുപ്പില്ലാത്തവനായിട്ട് നമ്മളെ മനസ്സിലാക്കിയാലോ എന്ത് ചെയ്യും? അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഒന്ന് വന്നോളൂ. ആ ഒരു ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഓനെ എഫക്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളിങ്ങനെ വിളിക്കൂടാതെ ഇനി ഞാൻ വിളിക്കൂല, ഇനി ഓനൊക്കെ ഒഴിവാക്കി, ഓനൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, എത്ര കാലമായി ഓനൊക്കെ വിളിക്കണ് എന്ന് പറഞ്ഞിട്ട് ഓനൊക്കെ റൂട്ട് തെറ്റിപ്പോയി ഓൻ വേറെ പങ്കട്ട പോലെ എന്നൊന്നും നമ്മൾ പറഞ്ഞ് ആരും ഒഴിവാക്കരുത്. ഒരാളെ അങ്ങനെ ഒഴിവാക്കരുത്. എല്ലാവരോടും നമുക്ക് നല്ല ഒരു മനസ്സേ പാടുള്ളൂ. അള്ളാഹ് പറയാണ്, കേട്ടോളി. ഉലൈകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം, അവരെ ഹൃദയത്തിലുള്ളത് കൃത്യമായി അറിയുന്നത് ആർക്കാ? അല്ലാഹുവിനാണ്. അതുകൊണ്ട് ഫഅഇദ് അൻഹും, അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും വഇദുഹും, അവർക്ക് നീ ഉപദേശം കൊടുക്കുകയും ചെയ്യണം. എന്താണ് തിരിഞ്ഞു കളയെന്ന് പറഞ്ഞാൽ എന്താ? ഓനെ ഒഴിവാക്കാന്നാണോ? തിരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ ഓനെ ഒഴിവാക്കാന്നാണോ? അല്ല, പിന്നെന്താ? കുറെ അങ്ങോട്ട് വിളിക്കുമ്പോ പിന്നെ ഓനെ നമ്മളെ അങ്ങോട്ട് വിളിക്കൽ തുടങ്ങും. മനസ്സിലായില്ലേ പറഞ്ഞേ? അതായത് നമ്മള് ഖുറാൻ ക്ലാസ്സിലേക്കൊന്ന് കുറേയായിട്ട് വിളിച്ച് പിന്നെ ഓനപ്പോ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ടാവും. അപ്പൊ നമ്മള് ഓന്റെ പിന്നാലെ പോകാതെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോരണം. ഓൻ പോകുന്ന വഴി അതാണ് എന്ന് പറഞ്ഞ തിരിഞ്ഞു പോരാന്ന് പറഞ്ഞാൽ കുറെയൊക്കെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ ഓരോ കൂട്ടത്തേക്ക് അങ്ങോട്ട് പോകണ അവസ്ഥ ഉണ്ടാകരുത് എന്ന് നമ്മൾ ഇപ്പോൾ ഇത് തന്നെ നിൽക്കണം. എന്നിട്ട് വഇദുഹും, എന്ത് ചെയ്യണം? എന്താ വഅദ് പറഞ്ഞാല്? ഉപദേശിക്കാൻ. ഉപദേശിക്കാന്ന് മാത്രല്ല അള്ളാഹ് പറഞ്ഞത്, വകുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ, ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കണം. സുബ്ഹാനല്ലാഹ്. നോട്ട് ചെയ്ത ചൊളിയായത്ത് എന്താ അള്ളാഹ് പറഞ്ഞത്? വകുല്ലഹും, അവരോട് പറയേണ്ട വാക്കെന്തായിരിക്കണം? ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ, അവരെ മനസ്സിൽ തറക്കുന്ന വാക്ക് പറഞ്ഞു ഉപദേശിക്കണം. മനസ്സിൽ തറക്കുന്ന വാക്ക് പറഞ്ഞു ഉപദേശിക്കണം. ആരെ? ഖുറാൻ ക്ലാസ്സിലേക്ക് വിളിക്കണ ശൈലിയായി പറഞ്ഞത്, ആ ഉപദേശ പറഞ്ഞത്. വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ പോരാ. അപ്പൊ ഹൃദയത്തിലേക്ക് തറക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവരെ മനസ്സിൽ തട്ടുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. ഹൃദയത്തിൽ തട്ടുന്ന ഏറ്റവും ശക്തമായ വാക്ക് നമ്മളെ വാക്കാണോ?
ആണോ? അല്ല, പിന്നെ ആരുതാ? അള്ളാന്റെ വാക്കാണ്. പറഞ്ഞു കൊടുക്കണം, ഉപദേശം കൊടുക്കണം. ഖൗലൻ ബലീഗ, മനസ്സ് തട്ടുന്ന വാക്ക് പറയണം. ഇത് ഉപദേശത്തിന്റെ ഒരു രീതിയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഉപദേശത്തിന്റെ ഒരു രീതിയാണ്. ഖൗലൻ ബലീഗ. ആരും ഒഴിവാക്കണ്ട. വിളിച്ചോലെ പിന്നെയും വിളിച്ചോളി. ആ, ഭാര്യ ആഴ്ച വന്നില്ല, അടുത്ത ആഴ്ച വിളിച്ചോളി. കുട്ടികളി ആഴ്ച വന്നില്ല, അടുത്ത ആഴ്ച വിളിച്ചോളി. ഞാൻ വിളിക്കൂലെന്ന് ആരും തീരുമാനിക്കണ്ട, വിളിക്കന്നെ. രണ്ടാഴ്ച വന്ന് പിന്നെ ഓല് വരൂല, അതുകൊണ്ട് ഞാൻ ഓലെ വിളിക്കൂലെന്ന് തീരുമാനിക്കരുത്. വിളിക്കുക. എന്നിട്ട് വിളിക്കുമ്പോ എങ്ങനെ വിളിക്കുക? ഖൗലൻ ബലീഗ. ഹൃദയത്തിൽ തട്ടുന്ന വാക്ക് എന്നുള്ള ചീത്ത പറയാന്നല്ല. ആണോ? അല്ല. പിന്നെന്താ? എന്തിനാണ് നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്? അതിന് പോകേണ്ട ആവശ്യകത എന്താണ്? അത് മനസ്സിൽ സ്പർശിക്കുന്ന വാക്ക് പറഞ്ഞ് ഉപദേശിക്കണം. അപ്പോൾ ഉപദേശിക്കേണ്ടത് മാത്രമല്ല സഹോദരങ്ങളെ, ആ ഉപദേശത്തിന്റെ വാക്കുകളുടെ കട്ടി വരെ, ഗൗരവം വരെ അല്ലാഹ് പറയാണ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദിൻ. ഖുർആൻ നിർബന്ധമാക്കിയവൻ, നീ മടങ്ങി വരേണ്ടിടത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുന്നവൻ തന്നെയാണ് നബിയെ പറയുക. ഹക്കുമായി വന്നവൻ ആരാണെന്നും ദലാലുൽ മുബീനിൽ വന്നത് ആരാണെന്നും എന്റെ റബ്ബ് നന്നായി അറിയും എന്ന് പറയുക നബിയെ. കണ്ട, വക്കുൽ. ആ ഖൗലൻ ബലീഗാണത്. മക്ക വിട്ടിട്ട് മദീനയ്ക്ക് പോകുമ്പോ നബി കരഞ്ഞ പോണത്. അല്ലാഹ് പറയാണ്, തിരിച്ചും കട്ടനെ കൊണ്ടുവരും. ഖുർആൻ നിർബന്ധമാക്കിയ റബ്ബ് നിന്നെ തിരിച്ചു കൊണ്ടുവരും, സംശയിക്കേണ്ട. ഇതാണ് ഒരു തഫ്സീർ. മറ്റു തഫ്സീർ എന്താ? മടങ്ങി വരേണ്ട സ്ഥലം ഇവിടെ, എല്ലാവരും മടങ്ങി വരേണ്ട സ്ഥലം ഇവിടെ. എവിടേക്കാ? അള്ളാഹിന്റെ അടുക്കലേക്കാ. അങ്ങനെയാണ്, ചിലതൊക്കെ അങ്ങനെയാണ്. ഇപ്പം നമ്മളെ പിന്നെ കോഴിച്ചനയിൽ ഇതേപോലെ ഖുർആൻ ക്ലാസ് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ നടന്നിരിക്കും. പിന്നെ രോഗാവസ്ഥ വന്നതിന് ശേഷമാണ് ആ ക്ലാസ് ഞാൻ നമ്മളെ യാസിർ മദനെ ഏൽപ്പിച്ചത്. ആ ക്ലാസ് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ സൂറത്തുൽ മുഅ്മിൻ വർഷങ്ങളോളമായിട്ട് ക്ലാസ് നടന്ന സ്ഥലമാണ്. സൂറത്തുൽ മുഅ്മിനൂനാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 60ഓളം ആയത്തുകൾ, 60-ലധികം ആയത്തുകൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഖുർആൻ പഠിതാക്കളായ 2 ആൾക്കാർ മരിച്ചു. ഖുർആൻ പഠിതാക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വരണമൊന്നുമല്ല. നിങ്ങളൊക്കെ വരണമാതിരി നോട്ട് പുസ്തകവും പേനയൊക്കെ വന്ന് സ്ഥിരമായി വന്നിരുന്ന് കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ, ഒരു ക്ലാസ് പോലും ഒഴിവാക്കാതെ സ്ഥിരമായിട്ട് വരുന്ന 2 ആൾക്കാർ. ഒന്നൊരു മുഹമ്മദ് കുട്ടി ഹാജി, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കുറച്ച് മുമ്പ് ഒരു ഏകദേശം ഒരു മാസം മുമ്പ് മരിച്ചു. ഇപ്പം ഷാവുൽ ഹമീദ് എന്ന് പറഞ്ഞ നമ്മളൊരു ഖുർആൻ പഠിതാവ് കഴിഞ്ഞ പിന്നെ 2 ദിവസം മുമ്പ് മരണപ്പെട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സുബീസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടെന്നതിൽ വൈലത്തൂർ അങ്ങാടിയിൽ നിന്ന് കുറച്ച് പുറത്ത് മാറിയിട്ട് ഒരു ഉൾഭാഗത്ത് ഒരുപാട് ഉള്ളോട്ട് പോകണം വീട്ടിൽ. അവിടുന്ന് ആ മനുഷ്യൻ നടന്ന് റൂട്ടിലെത്തി എല്ലാ ദിവസവും കോയിച്ചനയിലേക്ക് അദ്ദേഹം ഖുർആൻ ക്ലാസ്സിന് വരികയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഒന്നുമില്ല, അദ്ദേഹം കൂടുതൽ വയസ്സൊന്നുള്ള ആളൊന്നുമല്ല, പ്രായമായ ആളൊന്നുമല്ല. അദ്ദേഹം നമ്മൾ സാധാരണ പറയല്ലോ, ഡോക്ടറെ അടുത്തൊന്ന് എത്തിയിരുന്നെങ്കിൽ, ഒരു ആംബുലൻസ് കിട്ടിയിരുന്നെങ്കിൽ, പെട്ടെന്ന് എത്തിച്ചിരുന്നെങ്കിൽ, ഡോക്ടറെ അടുത്ത് എത്തിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയല്ലോ അല്ലേ? എന്താണ് എത്തിച്ചിരുന്നെങ്കിൽ? എന്താണ് കഴിച്ചിലാകുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ പറയാം. ഇദ്ദേഹം സാധാരണ പോലെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയതാണ്, മെട്രോയിൽ പോയതാണ്. സാധാരണ പോണ മാതിരി പോയതാവും. അസുഖമോ വേദന ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ മാസം പോകുന്ന ആ ഡേറ്റ് ആയപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ. അവിടെ ആശുപത്രിയിൽ എത്തി ഡോക്ടർ റൂമിന്റെ മുന്നിൽ നിന്നാണ് അദ്ദേഹം മരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നാണ് മരിക്കുന്നത്. അപ്പോ ഡോക്ടറെ മുന്നിൽ എത്തിയിരുന്നെങ്കിൽ, ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളത് ഇവിടെ പടച്ചോനെ തീരുമാനം എത്തിയത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. മയ്യത്ത് പിന്നെ മുഖത്ത് നീക്കിയപ്പോൾ നമ്മളെ ഖുർആൻ, ഞാൻ എന്നും ഇങ്ങനെ മുന്നിൽ കാണുന്ന ആൾക്കാരിൽ പെട്ട ഒരാളാണല്ലോ. ഖുർആൻ ക്ലാസ്സിൽ എന്നും കാണുന്ന ഒരാളാ. എന്റെ മുഖം കാണുന്ന, ഞാൻ അങ്ങോട്ട് കാണുന്ന.
അപ്പോൾ മയ്യത്ത് കണ്ടു. ഞാൻ നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ കണ്ണ് നിറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറയുന്ന വസിയത്ത് എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ പഠിതാക്കളോട്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം എന്നാണ് പറയില്ല സാധാരണ. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഗ്ഫിർലഹു വർഹംഹു എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പം നിങ്ങളെ കണ്ണ് നിറച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പഠിതാക്കളോട് പറയല്, ഒരു വസിയത്തായിട്ട് പറയല്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആൾക്കാർ മരിച്ചു പോകണമല്ലോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വസിയത്ത് കൊടുത്ത ആൾക്കാർ ഞാൻ മരിക്കണ മുമ്പേ മരിച്ചു പോവുകയാണല്ലോ പടച്ചോനെ എന്ന ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, രണ്ടുപേരും സൂറത്തുൽ മുഅ്മിനൂനിലെ 65ഓളം ആയത്തുകൾ ഇതേപോലെ ഇരുന്ന് കേട്ട് പഠിച്ച് എഴുതിയെടുത്ത് പ്രാർത്ഥനകൾ ദിക്റുകളൊക്കെ കാണാതെ പഠിച്ച് അങ്ങനെ വ്യവസ്ഥാപിതമായി പഠിച്ച ആൾക്കാരാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ അവധി, അള്ളാഹു നിശ്ചയിച്ച അവധിയിലേക്ക് എത്തുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹിൻ്റെ കലാം എടുത്ത് പഠിക്കാനുള്ള വല്ലാത്തൊരു തൗഫീഖാ പടച്ചോൻ കൊടുത്തത് അല്ലേ. അവർ മരിക്കുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തആല ഭൂമിയിലെ ഏറ്റവും ഖൈറായ കർമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ വല്ലാത്തൊരു തൗഫീഖാണ് അള്ളാഹു അവർക്ക് കൊടുത്തത്. ഈ തൗഫീഖ് നമുക്ക് കിട്ടണം, നമ്മളെ മക്കൾക്ക് കിട്ടണം, കുടുംബത്തിന് കിട്ടണം. ഇതാണ് ഖൗലൻ ബലീഗ. ഇതാണെന്ത്? ഖൗലൻ ബലീഗ എന്ന് പറയുന്നതാണ്. ആ തൗഫീഖ് എല്ലാവരുടെയും അവരുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കിട്ടണം. അതാണ് ഈ ആയത്ത്. അപ്പൊ നമ്മൾ ഉപദേശിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോരുത്തരോടും ഓരോ രൂപത്തിൽ, ഓരോ ഭാഗത്തിലൂടെ, ഓരോ വിഷയത്തിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അത് പറയേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ മൗഇദത്തിന്റെ ഇതിപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മളെ വീട്, നമ്മുടെ പള്ളി, നമ്മുടെ മഹല്ല്, ഇങ്ങനെ സംവിധാനത്തിനിടക്ക് നമ്മൾ പറയേണ്ട മൗഇദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ആയത്ത് വരാൻ പോകുന്നത്, നമ്മളിപ്പോൾ കടക്കാൻ സമയമില്ല, അടുത്ത ആയത്ത് പറയാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഉപദേശം എങ്ങനെയായിരിക്കണം എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഉപദേശം എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, ഏതൊക്കെ സമയത്ത് എങ്ങനെ ഉപദേശിക്കണം, ആ ഉപദേശം എവിടെ വരെ എത്താം, ആ ഉപദേശം എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം, എവിടെ എത്തണം, ഏത് വരെ, ഏതൊക്കെ വിഷയത്തിൽ, എങ്ങനെയൊക്കെ മൗഇദത്ത് കൃത്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള മൗഇദത്ത് കൃത്യമാണ്. ഏത് വിഷയത്തിൽ ഉപദേശിക്കണം, എപ്പോഴും ഭാര്യനെ ഉപദേശിക്കണം, എപ്പോഴും ഭാര്യനെ ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിക്കാൻ പാടുണ്ടോ? ഏത് വിഷയത്തിൽ നിർബന്ധമായിട്ട് ഉപദേശിക്കണം. ഖുർആനിലുണ്ട്, ഞാൻ ആയത്തെ അടുത്ത ക്ലാസ് കാണിച്ചുതരാം. ഏത് വിഷയത്തിൽ നിർബന്ധമായി ഉപദേശിക്കണം. ഉപദേശിക്കണം നിർബന്ധമായ ചില വിഷയങ്ങളുണ്ട്, ചില സന്ദർഭമുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഉപദേശിക്കാൻ പാടുള്ളൂ. അനാവശ്യമായ ഉപദേശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ്? മക്കളെ ഉപദേശിക്കണ പോലെയാണോ ഭാര്യനെ ഉപദേശിക്കേണ്ടത്? ഭാര്യക്ക് ഭർത്താവിനെ ഉപദേശിക്കാൻ പാടുണ്ടോ? പാടില്ലേ? പാടുണ്ടെങ്കിൽ എങ്ങനെ? ഭർത്താവിനെ ഭാര്യ ഉപദേശിക്കേണ്ടത് ഏത് വിഷയത്തിൽ? സുബ്ഹാനല്ലാഹ്, കൃത്യമാണ് സഹോദരങ്ങളെ, കൃത്യമാണ്. ആയത്തിൽ അല്ലാഹ് പറയാണ്, ഓരോ ആയത്തുകളിലൂടെ അല്ലാഹു തആല ഉപദേശത്തിന്റെ ശരിയായ രീതി പറഞ്ഞു തരുന്നുണ്ട്. ഇത് കൃത്യമായി പഠിച്ച് പ്രാവർത്തികമാക്കിയാൽ ദാമ്പത്യം അനുഭവിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെയാണ് ഈ ദാമ്പത്യത്തിൽ പ്രശ്നം വരുന്നത്? ദാമ്പത്യത്തിലെ പ്രശ്നം വരുന്നത് സംസാരത്തിലാണ്, അല്ലേ? സംസാരം കൂടുന്നതും കുറയുന്നതുമാണ് ദാമ്പത്യത്തിലെ പ്രശ്നം. വർത്തമാനം ഏറിയതാണ് പ്രശ്നം. എന്താ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ? പെരുമാറ്റം എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും. വാക്കാണ് അമല്, വാക്കാണ് അമൽ. പെരുമാറ്റം എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. വാക്ക് നന്നായാൽ പ്രവൃത്തി നന്നാകും. അപ്പൊ എവിടെയാണ് ഖുർആൻ പറയാത്ത രൂപത്തിലുള്ള ഉപദേശം മാപ്പിളാര് നടത്തുന്നതുകൊണ്ടാണ് കുടുംബത്തിൽ പ്രശ്നം. അത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുക. പെണ്ണിനെ ഖുർആൻ, അള്ളയാണ് പെണ്ണിനെ പഠിച്ചത്, പെണ്ണിന്റെ പ്രകൃതി പഠിച്ചത്.
പെണ്ണിന്റെ ഫിത്രത്ത് അള്ളാഹ് ഉണ്ടാക്കിയ ഫിത്രത്ത, ആണിന്റെ ഫിത്രത്തല്ല പെണ്ണിൻ്റെത്. ആണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരവും തമ്മിൽ ചില അവയവങ്ങളിലെ വ്യത്യാസം മാത്രല്ല, ശരീരത്തിന്റെ ചൂടിൽ വ്യത്യാസമുണ്ട്, മനസ്സിന്റെ ചിന്താഗതിയിൽ വ്യത്യാസമുണ്ട്, ഹോർമോണുകളിൽ വ്യത്യാസങ്ങളുണ്ട്, സൗന്ദര്യത്തിലും ലാവണ്യത്തിലും വ്യത്യാസമുണ്ട്, പലതരത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസം ജീവിതത്തിൽ വാക്കിലും പെരുമാറ്റത്തിലും ഉണ്ടാകും. അള്ളാഹ് പറയുന്നുണ്ട്, കൃത്യമായി പറയാൻ പഠിച്ചോണെങ്കിൽ പറ്റുള്ളൂ. ആണിനെയും പെണ്ണിനെയും പടച്ചു, ഇതെന്തിനു പറഞ്ഞതാ? എല്ലാവർക്കും അറിയില്ലേ ഇവിടെ ആ മനുഷ്യൻ ആണും പെണ്ണിന്റെ പടച്ചതെന്ന്? പിന്നെ അതിനത് ഇങ്ങനെ പറഞ്ഞത്? മനുഷ്യനെ പഠിച്ചു എന്ന് പറയുന്നത് ആണിനെ പഠിച്ചു, പെണ്ണിനെ പഠിച്ചു, ആണിനെ പഠിച്ചു, പെണ്ണിനെ പഠിച്ചു. ഇതെന്തിനാ അങ്ങനെ പറഞ്ഞത്? വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകണം, അവിടെ വാക്കുകളിൽ. അപ്പൊ ഞാൻ ഉപദേശിച്ചതല്ലേ, ഉപദേശല്ലേ? വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും മുണ്ടണില്ല, ഞാൻ തന്നെ നീ ഒന്നും പറയില്ല, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ തീരുമാനങ്ങൾ വീട്ടിൽ വരാനുള്ള കാരണം എന്താ? പറയേണ്ടതല്ല പറഞ്ഞത്, പറയുന്ന വിധത്തിലല്ല പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം. അറകളെ പറ്റി, അറയിലെ സംസാരത്തെ കുറിച്ച്, അറയിലെ പെരുമാറ്റത്തെ കുറിച്ച്, ഉപദേശത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് സുഹൃത്ത് ഇതേ സൂറത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. നമുക്ക് വായിക്കാണ്ട്, ഇപ്പൊ തുടങ്ങി വെച്ചാൽ തീരൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആയത്തിലേക്ക് കടക്കാത്തത്. അപ്പൊ എവിടൊക്കെ നിങ്ങൾ നോക്കി, മൗലത്തിന്റെ വിശാലതകൾ നോക്കി, ഏതൊക്കെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞു വെച്ചെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് പുസ്തകം വായിച്ചാൽ അത്ഭുതപ്പെടും. അല്ലെ? ഒരു ഉപദേശം ഏതൊക്കെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വേണം, മാതാപിതാക്കൾ തുടങ്ങിയിട്ട്, മക്കൾ തുടങ്ങിയിട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമൂഹത്തിൽ തുടങ്ങിയിട്ട്, അതിൻ്റെ പിന്നെ രീതിശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ്, അതിൻ്റെ വശ്യതയെക്കുറിച്ച് പറഞ്ഞ്, അതിൻ്റെ സമയത്തെയും സന്ദർഭത്തെയും കുറിച്ച് പറഞ്ഞ് ഓരോന്നും വിശദമായിട്ട് പറഞ്ഞു തരാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. മൗഇലത്തുമായി ബന്ധപ്പെട്ട് ഏതാനും ആയത്തുകൾ കൂടി തദബ്ബുർ ചെയ്യാനുണ്ട്. അതുകൂടി പഠിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുള്ളൂ. ഇതൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അത് നമ്മൾ കുടുംബത്തിൽ പ്രാക്ടിക്കലാക്കുമ്പോൾ ഖുർആൻ എന്ത് സമാധാനമാണ് ഹൃദയത്തേക്ക് ഇറക്കിയത്, അള്ളാഹ് ഈ എന്ത് സക്കീനത്താണോ ഖുർആനിലൂടെ ഇറക്കി തന്നത്, ആ സക്കീനത്ത് അനുഭവിക്കാൻ കഴിയും. അത് അനുഭവിക്കാൻ കഴിയും ജീവിതത്തിൽ, രാവിലും പകലിലും അനുഭവിക്കാൻ കഴിയും. ഇല്ല എങ്കിൽ പ്രയാസങ്ങളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ സമ്പാദിക്കാൻ നമുക്ക് എല്ലാവർക്കും അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പഠിതാവായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.